നമുക്കിന്ന് ഒരു സൽവാറിൽ നിന്ന് എങ്ങനെ മെഷർമെൻ്റ് എടുത്ത് നമുക്കൊരു മെഷർമെൻറ്റ് കണക്കാക്കിയിട്ട് ഒരു സൽവാർ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമ്മളൊരു ടോപ്പ്, നമ്മളുടെ മെഷർമെൻറ്റ് ടോപ്പാണെങ്കിൽ അത് ടേബിളിൽ നന്നായി വിടർത്തി അയൺ ചെയ്ത് വെക്കുക. അതിനുശേഷം ചുളിവുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നിവർത്തിയിടുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ലെങ്ത് ആണ് എടുക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഷോൾഡർ പോയിന്റിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. ഈ ഷോൾഡറിൻ്റെ ഈ നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് അതിൻ്റെ ബോട്ടം ഫ്ലെയർ വരെയുള്ള ഒരു ലെങ്ത്തിൽ നമ്മൾ ലെങ്ത്ത് എടുക്കുക. ഞാൻ സൽവാറിൻ്റെ പാർട്സിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ബോട്ടം ഫ്ലെയർ, ഷേപ്പ് റൗണ്ട്, അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ബോട്ടം ഫ്ലെയർ വരെയുള്ള, അതായത് താഴെ അറ്റം വരെയുള്ള ഒരു ലെങ്ത്ത് നമ്മൾ കണക്കാക്കും. അത് നെക്കിൻ്റെ ഈ പോർഷനിൽ നിന്ന് താഴെ അറ്റം വരെയുള്ള ലെങ്ത്ത് എത്രയാണെന്ന് നമ്മൾ കണക്കാക്കും. ഇപ്പോൾ നിങ്ങൾ തയ്യൽത്തുമ്പിനെ കുറിച്ചൊന്നും വരയിടാവണ്ട. തയ്യൽത്തുമ്പൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. മെഷർമെൻറ്റ് മാത്രം എടുക്കുക. 42 ആണ് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. സോ 42 ലെങ്ത്ത് എന്നുള്ളത് നമ്മൾ ഒരു ബുക്കിനകത്തോട്ട് എഴുതി വയ്ക്കുക. 42 ലെങ്ത്ത് എന്ന് പറഞ്ഞത് ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത്, ഫുൾ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 42. ഇപ്പോൾ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് എത്രയല്ലേ വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ചുരിദാറിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു ബോഡി ഷേപ്പ് വരുന്ന ആ ഒരു പാർട്ടിലേക്ക് നമ്മുടെ സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ എത്രയാണ് അതിൻ്റെ ഒരു ഷേപ്പ് റൗണ്ട് എത്രയിലാണ് വരുന്നതെന്ന് നോക്കുക. ഇതൊരു മീഡിയം സൈസ് ചുരിദാറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് റൗണ്ട് വന്നിരിക്കുന്നത് ഒരു 14 ഇഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 5 അടി 5.2 ഒക്കെ വരുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു 14 ഇഞ്ചൊക്കെയാണ്. അതിലും മേലെയൊക്കെ ആയിട്ട് വരുമ്പോഴാണ്, ഒത്തിരി ഹൈറ്റിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മളൊരു 15 ഒക്കെ ഷേപ്പ് റൗണ്ട് എടുക്കുക. സോ നമ്മൾ ഈ ഒരു ഷേപ്പ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. 15 ഇഞ്ചിലാണ് നമ്മുടെ ഷേപ്പ് റൗണ്ട് വരിക. ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ സ്ലിറ്റ് റൗണ്ടാണല്ലേ. സ്ലിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഷോൾഡറിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ മിഡിലായിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ സ്ലിറ്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്നിട്ട് ഈ സ്കെയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയാണ് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എത്ര പോയിന്റിലാണ് വന്നേക്കണേന്ന് നോക്കുക. ഇതിന് 21.5 ഇഞ്ച് പോയിന്റിലാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റിൽ എത്രയാണോ വന്നിരിക്കുന്നത് ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ എഴുതുക. സ്ലിറ്റ് വന്നിരിക്കുന്നത്, സ്ലിറ്റ് സൈഡ് ഓപ്പൺ വന്നിരിക്കുന്നത് എത്രയാണ്? 21.5 ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇത് 21.5 ഇഞ്ചിലാണ് ഇതിൻ്റെ സ്ലിറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത് വൈസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ റിഗാർഡർ ലെങ്ത്താണ് നമ്മൾ ഇനി എടുക്കേണ്ടത്. ഇതിൻ്റെ റിഗാർഡർ എന്ന് പറയുന്നത് ഈ ആംപിറ്റ് ടു ആംപിറ്റാണ്. ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് ഈ ആംപിറ്റ് ടു ആംപിറ്റാണ് നമ്മുടെ റിഗാർഡർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് നമ്മൾ ഈ സ്കെയിൽ ഈ ആംപിറ്റ് ടു ആംപിറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഷോൾഡർ ജോയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് മുതൽ നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഒരു 7.5 ഇഞ്ചാണ് ഇതിൻ്റെ, ഒരു 7.5 ഇഞ്ചാണ് ഇതിൻ്റെ റിഗാർഡർ കൊടുത്തിരിക്കുന്നത്. ഇത് റെഡിമെയ്ഡ് ചുരിദാറാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സൽവാറിലാണെങ്കിൽ റിഗാർഡർ ഒരിക്കലും മീഡിയം സൈസിന് 7.5 വരാറില്ല. ഇത് നമ്മൾ റെഡിമെയ്ഡ്, അപ്പോൾ നമ്മൾ ഓൾട്ടർ ചെയ്താണ് മിക്കവാറും റെഡിമെയ്ഡ് വരുന്നതൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ റിഗാർഡർ സൈസ് ഇച്ചിരി കൂടുതലായിരിക്കും. നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത്രയും റിഗാർഡർ വരില്ല. ഇതിപ്പോൾ 7.5 ഇഞ്ച് റിഗാർഡറാണ് വന്നിരിക്കുന്നത്. 7.4 7.4. സോ ഈ റിഗാർഡർ നമ്മളിവിടെ മാർക്ക് ചെയ്യുക. 7.4 എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇനി നെക്ക് ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. നെക്ക് ലെങ്ത് എത്രയാണെന്ന് നോക്കുക. നെക്ക് ലെങ്ത് എത്രയാണ്? ഇവിടെ ഈ ഷോൾഡറിനോട് ചേർത്ത് നമ്മൾ സ്കെയിൽ വെച്ച് കൊടുക്കുക. നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ 4.5 ആണ്. 4.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 2.5 ഇഞ്ച് ലെങ്ത്താണ് വന്നിരിക്കുന്നത്. 2.5 ഇഞ്ച് ലെങ്ത്തിലാണ് ബാക്ക് നെക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ സൈസ് എത്രയാണ്, ലെങ്ത് എത്രയാണെന്ന് എഴുതുക. ബാക്ക് നെക്ക് 2.5 ഇഞ്ച്, ബാക്ക് നെക്ക് 2.5, ഫ്രണ്ട് നെക്ക് 4.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇത് സ്മോൾ സൈസിലുള്ള ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ലെങ്ത് വൈസ് ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത്താണ് നോക്കേണ്ടത്. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു എൻഡ് പോയിന്റ് വരെയുള്ളത് നോക്കുക. ഇതിന് 15 ഇഞ്ച് ലെങ്ത്താണ് ഇനി വന്നിരിക്കുന്നത്. ഹാൻഡ് ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 15. ഞാൻ ഹാൻഡ് ലെങ്ത്ത് എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്ലീവ് ലെങ്ത്ത് എന്നോ അത് നിങ്ങൾ ഏത് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ഞാൻ ഹാൻഡ് ലെങ്ത് എന്നാണ് സാധാരണ
പറയാറ്. സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് വൈസ് എല്ലാം നമ്മൾ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വിഡ്ത്ത് വൈസ് ആണ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. വിഡ്ത്ത് വൈസ് എന്തൊക്കെയാണ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കേണ്ടത്? ഫസ്റ്റ് ഒരു ചുരിദാർ ഒരു ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഷോൾഡർ, ഒരാളുടെ ഷോൾഡറാണ് ഏറ്റവും ആദ്യം എടുക്കുന്നത് അല്ലേ. ഷോൾഡർ നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കറക്റ്റ് ഇതും അലൈൻഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഷോൾഡറിൽ നിന്ന് ഈ ഒരു സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പൊസിഷനിൽ നിന്ന് അടുത്ത ഒരു സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിനകത്ത് 12.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഷോൾഡർ എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരാളുടെ ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് നമുക്ക് ഈ ആംപിറ്റ് ടു ആംപിറ്റ് വരുന്ന സ്ഥലമാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആംപിറ്റ് ടു ആംപിറ്റ് എത്രയാണെന്ന് നോക്കുക. ഇതിനൊരു 18.5 ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത്. ചെസ്റ്റ് റൗണ്ട് ഈസ് ഈക്വൽ ടു 18.5 ഇഞ്ച്. ഓക്കെ, ഇനി ഇതിൻ്റെ വേസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഒരു ഷേപ്പ് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് 14 ഇഞ്ചിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ 14 ഇഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. എത്രയാണ് അതിൻ്റെ വേസ്റ്റ് വരുന്നതെന്ന് നോക്കാം. വേസ്റ്റ് റൗണ്ട് വരുന്നത് 17 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു റെഡിമെയ്ഡ് ടോപ്പാണ്, അധികം ഷേപ്പ് അടിച്ചിട്ടില്ല. നമ്മൾ സാധാരണ റെഡിമെയ്ഡ് ടോപ്പ് വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ ഷേപ്പ് അടിച്ചിട്ടാണ് ഇടുക. ചിലർക്ക് നമ്മൾ റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ അധികം ഷേപ്പിൽ നമ്മൾ കൊടുക്കില്ല, നമ്മൾ ആവശ്യാനുസരണം ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്ലിറ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കാം. സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് മുതൽ അപ്പുറത്തെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടം വരെയുള്ള സൈസ് എന്ന് പറയുന്നത് 19.5 ഇഞ്ചാണ് വരുന്നത്. സോ ഇതിൻ്റെ സ്ലിറ്റ് റൗണ്ട് വരുന്നത് 19.5 ഇഞ്ചിലാണ് വരുന്നത്. ഇനി അടുത്തത് ഏറ്റവും താഴെ നമ്മുടെ ബോട്ടം ഫ്ലെയർ ആണ്. ഈ ബോട്ടം ഫ്ലെയർ എത്രയാണ് വരുന്നതെന്ന് നമ്മൾ എടുക്കുക. അതായത് സ്ലിറ്റ് നമ്മുടെ എൻഡ് പോയിന്റിൽ നിന്ന്, അതായത് ചുരിദാറിൻ്റെ ഫ്ലെയറിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് ആ മറ്റേ എൻഡ് പോയിന്റ് വരെ 21 ഇഞ്ചാണ് ഇതിൻ്റെ ബോട്ടം ഫ്ലെയർ വരുന്നത്. ബോട്ടം ഫ്ലെയർ വരുന്നത് 21 ഇഞ്ചാണ്. സോ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്ലീവിൻ്റെ മാത്രമാണ് നമ്മൾ ഇനി എടുക്കാനുള്ളത്. സ്ലീവിൻ്റെ വൈഡാണ് നമ്മൾ എടുക്കാനുള്ളത്. സ്ലീവിൻ്റെ വൈഡ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു 5 ഇഞ്ച് നമ്മളിങ്ങനെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് 5 ഇഞ്ച് താഴോട്ട് വയ്ക്കുക. അവിടെ നിന്ന് നമ്മൾ സ്ലീവ് നേരെ സ്കെയിൽ വെച്ച പോലെ വരച്ചിട്ട് നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ ഒരു 7 ഇഞ്ചാണ് ഇവിടെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഷോൾഡർ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തു നിന്ന് 5 ഇഞ്ച് താഴേക്ക് അളന്നെടുക്കുക. അവിടെ നിന്ന് നേരെ ടേപ്പ് പിടിക്കുക. അപ്പോൾ ഇതിന് കിട്ടുന്ന റൗണ്ട് എത്രയാണ്? 7 ഇഞ്ചാണ് വൈഡ് വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ ഏറ്റവും താഴെ എത്രയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. വൈഡ് ഇതിൻ്റെ ഏറ്റവും താഴെ 5 ഇഞ്ചാണ് വൈഡ് വന്നിരിക്കുന്നത്. അപ്പോൾ മുകളിൽ സ്ലീവിൻ്റെ നമ്മുടെ ബൈസെപ്സിൻ്റെ അവിടെ വന്നിരിക്കുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് 7 ഇഞ്ച് വൈഡും അതുപോലെ താഴെ സ്ലീവിൻ്റെ താഴെ ആയിട്ട് 5 ഇഞ്ച് വൈഡുമാണ് വന്നിരിക്കുന്നത്. സോ ഇത്രയും മെഷർമെൻറ്റുകളാണ് നമുക്കൊരു സൽവാറിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുള്ളൂ. സോ ഈ ഒരു മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മളൊരു ക്ലോത്തിലേക്ക് മടക്കിയിട്ട് ക്ലോത്ത് വെട്ടാൻ നേരത്ത് ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇപ്പോൾ മെഷർമെൻറ്റ് എഴുതി വയ്ക്കുക. ഇങ്ങനെയാണ് ഒരു ടോപ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ട രീതി.